കണ്ടിന്യൂറ്റിയുടെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തേത് ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് നിയർ എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ഓൾ ഇൻഡിജർ പോയിന്റ്സ്. അവിടെ ഗ്രേറ്റസ്റ്റ് ആ നൊട്ടേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി ഇത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് നിയർ എക്സ് എന്ന് പറയുന്നത് ഡിഫൈൻഡ് ഫോർ ഓൾ ഇൻഡിജേഴ്സ്, എല്ലാ ഇൻഡിജർ പോയിന്റ്സിനും ഡിഫൈൻഡ് ആണ്. എല്ലാ ഇൻഡിജർ പോയിന്റ്സിലും ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് ഈ എക്സ് മൈനസ്. എല്ലാ ഇൻഡിജർ പോയിന്റ്സ് മാത്രമല്ല, ഫോർ ഓൾ റിയൽ നമ്പേഴ്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനാണ്. പക്ഷെ നമ്മൾ ഇൻഡിജേഴ്സ് മാത്രം ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇൻഡിജറിന്റെ കേസ് മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇനി ഈ ഫംഗ്ഷൻ ഇൻഡിജർ പോയിന്റ്സിൽ ഡിസ്കണ്ടിന്യൂസ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ ഫംഗ്ഷൻ എക്സ് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, അതെല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് ആ ഫംഗ്ഷൻ ഒന്നിച്ചതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ അവിടെ ചെയ്തേക്ക് നോക്കി, എൻ എന്നുള്ളത് ഒരു ഇൻഡിജർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. Then what is f of n? F of n is equal to n minus greatest near n, and greatest near value of any integer is integer itself. -2 in the integer greatest near value -2, 3 in the greatest value 3, 0 in the greatest value 0. അതുകൊണ്ട് എല്ലാ ഇൻഡിജർ പോയിന്റ്സിലും ഗ്രേറ്റസ്റ്റ് നിയർ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ഇൻഡിജർ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് n മൈനസ് n എന്ന് അവിടെ കിടക്കുന്നത് ഈക്വൽ ടു 0. അപ്പോൾ ഏത് ഇൻഡിജർ വാല്യൂ വന്നാലും n ക്യാൻ ബി എനി ഇൻഡിജർ, 1 2 3 4 എത്ര വന്നോട്ടെ, എന്ത് തന്നെ വന്നാലും n മൈനസ് n എപ്പോഴും n മൈനസ് ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് n എപ്പോഴും n മൈനസ് n എന്നേ വരത്തുള്ളൂ, ഈക്വൽ ടു 0. 2 ആണ് വരുന്നെങ്കിൽ 2 മൈനസ് 2 എന്ന് വരും, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും വേണം. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, n മൈനസ് n ഒരു ഇൻഡിജർ ആണ്. 2 മൈനസ് എന്ന് പറഞ്ഞാൽ 2ന് തൊട്ട് താഴെയാണ്. 2ന് തൊട്ട് താഴെയുള്ള ഏത് നമ്പർ വന്നാലും അതിന്റെ ഗ്രേറ്റസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ആ 2നേക്കാളും താഴെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഇൻഡിജർ 1 ആയിരിക്കും വരിക. സോ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് എനി നമ്പർ വിച്ച് ഈസ് ലെസ് ദാൻ 2 ഈസ് 1. അതുപോലെ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് എനി നമ്പർ വിച്ച് ഈസ് ജസ്റ്റ് ബിലോ 3 ഈസ് 2. അപ്പോൾ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് എനി നമ്പർ വിച്ച് ലൈസ് വെരി നിയർ ടു n ആൻഡ് ജസ്റ്റ് ബിലോ n വിൽ ബി ഈക്വൽ ടു n മൈനസ് 1. അതുകൊണ്ടാണ് അവിടെ നോക്കേ ഗ്രേറ്റസ്റ്റ് വാല്യൂ വന്നപ്പോഴത്തേക്ക് എക്സ് ടെൻഡിങ് ടു n മൈനസ് വന്നപ്പോൾ അവിടെ n മൈനസ് ഒന്നകത്ത് എക്സിന്റെ വാല്യൂ n തന്നെ ആയിരിക്കും, അപ്രോക്സിമേറ്റ്ലി n തന്നെ ആയിരിക്കും. പക്ഷേ ഗ്രേറ്റസ്റ്റ് വാല്യൂ വിൽ ബി n മൈനസ് 1, കാരണം n തൊട്ട് താഴെ വന്നാൽ അടുത്ത ഇൻഡിജർ വരുന്നത് തൊട്ട് താഴെ വന്നിരിക്കുന്നത് n മൈനസ് 1 ആണ്. അതുകൊണ്ടാണ് n മൈനസ് ഓഫ് n മൈനസ് 1 കൊടുത്തിരിക്കുന്നത്. സോ വാല്യൂ ഈസ് ഈക്വൽ ടു 1. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആകുമ്പോൾ എക്സിന്റെ വാല്യൂ n തന്നെ ആയിരിക്കും, അവിടെ വിഷയമില്ല. പക്ഷേ ഗ്രേറ്റസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് n തന്നെ വരും, കാരണം n തൊട്ട് മുകളിലാണ് വന്നിരിക്കുന്നത്. ദ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് എനി നമ്പർ ജസ്റ്റ് എബോവ് ദ നമ്പർ n വിൽ ബി n. അതുകൊണ്ട് n മൈനസ് n അവിടെ വരും, ഈക്വൽ ടു 0. അപ്പോൾ നോക്കേ, ആദ്യത്തെ n മൈനസ് ഓഫ് n മൈനസ് 1 വന്നതിന് കാരണം അവിടെ n മൈനസ് എന്ന് പറയുന്ന മീനിങ് ജസ്റ്റ് ബിലോ n എന്ന മീനിങ്. n ഒരു ഇൻഡിജറാ, n തൊട്ട് താഴെ വന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് താഴെ വന്നിരിക്കുന്ന ഇൻഡിജർ ആയിരിക്കും അതിന്റെ ഗ്രേറ്റസ്റ്റ് നിയർ വാല്യൂ ആയിട്ട് വരിക. സോ ദാറ്റ് ഈസ് n മൈനസ് 1. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല, ഹെൻസ് ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് x is equal to n. ഇനി n എന്ന് പറഞ്ഞ ആർബിറ്ററി ആയിട്ടുള്ള ഒരു ഇൻഡിജർ ആയി എടുത്തിരിക്കുന്നത്. Hence we can conclude that f of x is equal to x minus greatest near x is discontinuous at all integer points. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഈസ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ f of x is equal to x square minus sin x plus 5 is continuous at x is equal to pi. ഇവിടെ ആക്ച്വലി എഫ് ഓഫ് എക്സ് എന്നുള്ള 3 ഫംഗ്ഷൻസിന്റെ കോമ്പിനേഷൻ ആണ്. 3 ഫംഗ്ഷൻസിനെ കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എക്സ് സ്ക്വയർ മൈനസ് സൈൻ എക്സ് പ്ലസ് 5. ഈ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ എക്സ് സ്ക്വയർ ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരിവെയർ ബിക്കോസ് പോളിനോമിയൽ ഫംഗ്ഷൻ. സൈൻ എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരിവെയർ ബിക്കോസ് സൈൻ എക്സും കോസ് എക്സും എല്ലായിടത്തും കണ്ടിന്യൂസ് പറഞ്ഞിട്ടുണ്ട്. 5 ബീയിങ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എവരിവെയർ. ആൻഡ് അഗെയിൻ sum of two continuous functions is continuous, difference of two continuous functions is continuous. അതുകൊണ്ട് തന്നെ x square minus sin x plus 5 continuous at everywhere, so it is continuous at x is equal to pi എന്ന് പറയാം. പക്ഷേ ഇവിടെ ഒരു ഇൻഡിപെൻഡന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നുവെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ അല്പം കൂടി എലോബറേറ്റ് ആയിട്ട് അതിന്റെ ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 5. അത് ഡിഫൈൻഡ് അല്ലെങ്കിൽ പിന്നെ ഡിസ്കണ്ടിന്യൂസ് ആകുമായിരുന്നു. അപ്പോൾ ആദ്യം ഡിഫൈൻഡ് എന്ന് പറയാം, ബിക്കോസ് ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ്. അതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു പൈയിലും അത് ഡിഫൈൻഡ് ആണ്. ഇനി വാട്ട് ഇസ് എഫ് ഓഫ് പൈ? എഫ് ഓഫ് പൈ ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ മൈനസ് സൈൻ പൈ പ്ലസ് 5. വാട്ട് ഇസ് സൈൻ പൈ? സൈൻ പൈ 0, സോ പൈ സ്ക്വയർ പ്ലസ് 5. ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇനി ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പൈ ഓഫ് എഫ് ഓഫ് എക്സ് എടുക്കണം. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പൈ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സൈൻ എക്സ് പ്ലസ് 5. നിങ്ങൾ വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ആ സ്റ്റെപ്പുകൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം.
ഇവിടെ ഞാൻ അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. കാര്യം സ്കൂളിൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകണ്ട. നിങ്ങൾക്ക് ഇവിടെ വെച്ച് ഡയറക്റ്റ്ലി വേണമെങ്കിൽ എഴുതി വെക്കാം. എക്സ് സ്ക്വയർ എന്നുള്ള പൈ സ്ക്വയർ മൈനസ് സൈൻ പൈ പ്ലസ് 5 ദാറ്റ് ഈസ് പൈ സ്ക്വയർ പ്ലസ് 5 എന്ന് കൺക്ലൂഡ് ചെയ്യാം. പക്ഷേ ഞാൻ നോക്കിയാൽ അതിൻ്റെ എലോബറേഷൻ തന്നേക്കുക. അവിടെ നോക്കിയാൽ എക്സ്റ്റെൻഡിങ് ടു പൈ എന്ന് പറയുമ്പോൾ എക്സ് പൈനോട് അടുത്തുള്ള വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ എക്സ് അങ്ങ് മാറ്റിയിട്ട് പുതിയൊരു വേരിയബിളിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. എച്ച് എന്നുള്ള വേരിയബിളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു പൈ പ്ലസ് എച്ച്. പല സന്ദർഭങ്ങളിലും നമുക്ക് ഇതുപോലെ എടുക്കേണ്ടി വരും. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വേണമെങ്കിൽ ആ സ്റ്റെപ്സ് സ്കിപ്പ് ചെയ്ത് പോയാലും വലിയ ദോഷമൊന്നും ഉണ്ടാവില്ല. So let x is equal to pi plus h, because extending to pi means x is a number which lie very near to pi. So it can be taken as x pi plus h, where h is negligibly small. അതാണ് h tending to 0 എന്ന് പറഞ്ഞിരിക്കുന്നത്. So as x tending to pi, h tending to 0. കാരണം x is equal to pi വരണ്ടേ. h ന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ x ന് എന്ത് കൊടുക്കണം? പൈ കൊടുക്കണം. x ന് പൈ കൊടുക്കുമ്പോൾ h tending to 0 എന്നാവും. Again, therefore f of x is equal to h tending to 0 of, ഇവിടെ എല്ലാം എക്സിനെ എല്ലാം എന്താക്കി മാറ്റണം എന്നറിയാവോ? ദാറ്റ് ഈസ് എക്സിനെ എല്ലാം പൈ പ്ലസ് എച്ച് ആക്കി മാറ്റണം. അതാണ് ചെയ്യേണ്ടത്. ഒരു എക്സ് പ്ലസ് എച്ച്, കാരണം എക്സ് എന്തായി മാറണം? പൈ പ്ലസ് എച്ച് ആയിട്ട് മാറണം. ഇവിടെ ശരിക്കും എച്ച് ടെൻഡിങ് ടു 0 ഓഫ് പൈ പ്ലസ് എച്ച് ആ വരരുതേ. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്നാണ് കിടക്കുന്നത്. യു ക്യാൻ മേക്ക് ഇറ്റ് ആസ് പൈ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. പൈ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ മൈനസ് സൈൻ ഓഫ് പൈ പ്ലസ് എച്ച് പ്ലസ് 5. എവിടെയെല്ലാം എക്സ് ഉണ്ടോ ആ എക്സുകളെല്ലാം പൈ പ്ലസ് എച്ച് വെച്ച് റീപ്ലേസ് ചെയ്യണം. സോ ലിമിറ്റ് h tending to 0 of pi plus h the whole square minus of sin of pi plus h plus 5. That is pi plus 0 the whole square, because h is equal to 0 അവിടെ ലിമിറ്റിംഗ് വാല്യൂ കൊടുത്തു. മറ്റത് sin pi plus h നെ sin x plus y h എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം പ്ലസ് 5 ഇട്ടിട്ടുണ്ട്. അഗൈൻ യു ക്യാൻ ഗിവ് ദ ലിമിറ്റിംഗ് വാല്യൂ. ലിമിറ്റിംഗ് വാല്യൂ h 0 ആയാൽ sin pi 0, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടേം കംപ്ലീറ്റ് 0 ആയിപ്പോവും. നെക്സ്റ്റ് ടേമിനകത്ത് സൈൻ 0 ആയത് കാരണത്താൽ കാര്യം സൈൻ എച്ച് ബിക്കം 0. അപ്പോൾ ആകെ വന്നിരിക്കുന്ന എന്തേ ഉള്ളൂ? പൈ സ്ക്വയർ പ്ലസ് 5. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ എക്സ് ഇസ് ഈക്വൽ ടു പൈ പ്ലസ് എച്ച് എന്നുള്ള സ്റ്റെപ്പ് തൊട്ട് ആ സെക്കൻഡ് ഇക്വേഷൻ വരുന്നവരെയും കളഞ്ഞിട്ട് തൊട്ട് മുകളിൽ കൺസിഡർ എന്നുള്ളിടത്ത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പൈ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് പൈ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സൈൻ എക്സ് പ്ലസ് 5 എന്ന് എഴുതി ഈക്വൽ ടു പൈ സ്ക്വയർ പ്ലസ് 5 എന്ന് എഴുതാം. പ്രശ്നമൊന്നുമില്ല. സോ ഫ്രം 1 and 2 എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു പൈ. ഇത് ഒന്ന് നോക്കുക, പറ്റുമെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ ആ സ്റ്റെപ്സ് സ്കിപ്പ് ചെയ്താലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇവിടെയും ഇതേ പ്രശ്നമാണ് വന്നിരിക്കുന്നത്. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു സൈൻ എക്സ് ഈസ് കണ്ടിന്യൂസ് ആയിട്ട് എവരിവെയർ എന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്ത്. കോസ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആയിട്ട് എവരിവെയർ എന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്ത്. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ പോയാൽ ശരിയാകില്ല. അവിടെ എലോബറേറ്റ് ആയിട്ട് എഴുതി പോകണം. ലെറ്റ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ആൻഡ് എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് എടുക്കുക ആൻഡ് കൺസിഡർ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഇസ് ഡിഫൈൻഡ് ഫോർ ഓൾ എക്സ്. ഇനി ആ സൈൻ എക്സ് എന്നുള്ള ഫംഗ്ഷൻ എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് എന്ന് കാണിക്കണം. അവിടെ നമ്മൾ ചെയ്തേക്കുന്നത് ലെറ്റ് സി ബി എനി റിയൽ നമ്പർ എടുക്കുക. സോ ജി ഓഫ് സി ഇസ് ഈക്വൽ ടു സൈൻ സി. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 1. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി ഓഫ് സൈൻ എക്സ്. ഇവിടെയും നേരത്തെ ചെയ്തതുപോലെ ആ എക്സിന് പകരം സി പ്ലസ് എച്ച് എന്ന് എടുക്കണം. ഇനി ആസ് എക്സ്റ്റെൻഡിങ് ടു സി എച്ച് ടെൻഡിങ് ടു 0, കാരണം എക്സ് സി ആകുമ്പോൾ ആ സിയും ക്യാൻസൽ ആയപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഇസ് എച്ച് ടെൻഡിങ് ടു 0. അപ്പോൾ നമ്മൾ ആ സൈൻ എക്സ് ടെൻഡിങ് ടു സൈൻ എക്സ് എന്നുള്ള മാറിയിട്ട് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 ഓഫ് സൈൻ സി പ്ലസ് എച്ച് ആവും. അഗൈൻ എക്സ്പാൻഡ് ചെയ്യുക, പുട്ട് എച്ച് ഇസ് ഈക്വൽ ടു 0. എച്ച് ഇസ് ഈക്വൽ ടു 0 കൊടുത്താൽ കോസ് 0 1 ആയതുകൊണ്ട് സൈൻ സി വരും. രണ്ടാമത്തെ ടേമിനകത്ത് സൈൻ 0 ആയ കാരണത്താൽ കോസ് സി ഇൻറ്റു സൈൻ എച്ച് എന്നുള്ള 0 ആയി പോകും. സോ സൈൻ സി വരും. ഫ്രം 1 and 2 സൈൻ എക്സ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു സി. ഇനി സി എന്നുള്ളത് ആർബിറ്ററി ആയിട്ട് എടുത്തേക്കാം. therefore സൈൻ എക്സ് ഈസ് കണ്ടിന്യൂസ് ഫോർ ഓൾ എക്സ്. അപ്പോൾ സൈൻ എക്സ് കണ്ടിന്യൂസ് ഫോർ ഓൾ എക്സ് എന്നുള്ള പ്രൂഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെയിം മെത്തേഡ് തന്നെ കോസ് എക്സിനും ചെയ്യുന്നു. സെയിം പ്രൊസീജിയർ. ഇവിടെ സൈൻ മാറ്റി കോസ് എന്ന് മാത്രം നിങ്ങൾ കൊടുത്തേച്ചാൽ മതി. ബാക്കിയുള്ള സെയിം സ്റ്റെപ്സ് തന്നെയാണ്. വേണമെങ്കിൽ സിമിലർലി എന്ന് വേണമെങ്കിൽ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ കോസ് എക്സ് എടുത്തു. എച്ച് ഓഫ് സി ഇസ് ഈക്വൽ ടു കോസ് സി ആയി. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് സി ഓഫ് എച്ച് എക്സ് ഇസ് ഈക്വൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് സി ഓഫ് കോസ് എക്സ്. ആ എക്സിന് വരെ സി പ്ലസ് എച്ച് കൊടുത്തു. എക്സ് ടെൻഡിങ് ടു സി മീൻസ് h tending 0. So limit h tending 0 of cos c plus h. expand ചെയ്യുക. cos c cos h minus sin c sin h. അതിനകത്ത് h ന് 0 കൊടുത്താൽ സെക്കൻഡ് ടേം 0 ആയി പോകും. കാരണം അവിടെ sin h become sin 0 എന്ന് പറഞ്ഞാൽ 0. ഫസ്റ്റിനകത്ത് cos 0 1 ആയതുകൊണ്ട് ദാറ്റ് ഈസ് cos c. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 and 4 യൂസ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയി. ഇനി രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ സം കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് sin x plus cos x is continuous everywhere. ഇതാണ് അതിന്റെ കൺക്ലൂഷൻ.
ഒന്ന് നോക്കുക. ഓക്കെ, ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ ഇസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇവിടെ ചെയ്യുന്ന മെത്തേഡ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് ഉള്ള കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, ഒന്ന് ജി ഓഫ് എക്സും മറ്റൊന്ന് എച്ച് ഓഫ് എക്സും. ജി ഓഫ് എക്സ് ഈ സൈൻ എക്സ്, അവിടെ പ്രൂവ് ചെയ്യാനൊന്നും പോകണ്ട കേട്ടോ, കാര്യം കോമ്പോസിഷൻ കണ്ടിന്യൂസ് ജസ്റ്റ് പറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. വി ഹാവ് സൈൻ എക്സ് ആൻഡ് എക്സ് സ്ക്വയർ ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. കാരണം സൈൻ എക്സ് കണ്ടിന്യൂസ് സെറ്റ് എവരിവെയർ, എക്സ് സ്ക്വയർ പോളിനോമിയൽ ഫംഗ്ഷൻ ആൻഡ് കണ്ടിന്യൂസ് സെറ്റ് എവരിവെയർ. സോ ജി ഓഫ് എച്ച് ഓഫ് എക്സ് എടുക്കണം. ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഔട്ടർ ഫംഗ്ഷൻ ഏതാണോ അത് വേണം വെളിയിൽ വരേണ്ടത്. ജി ഓഫ് എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ വരും ആണല്ലോ. ജി ഓഫ് എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ, കാരണം ജി ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ. എന്നിട്ട് അവിടെ പറയേണ്ടത് ദി കോമ്പോസിഷൻ ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഈസ് ഓൾസോ കണ്ടിന്യൂസ്, ഹെൻസ് ജി ഓഫ് എച്ച് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. കണ്ടോ, ജി ഓഫ് എച്ച് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇതനുസരിച്ചായിരിക്കണം ഇവിടെ ചെയ്യേണ്ടത്. ഇതേ മെത്തേഡ് തന്നെയാണ് ആ മോഡുലസ് ഓഫ് 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ അവിടെ എടുക്കുന്ന രണ്ട് ഫംഗ്ഷൻസ് എടുത്താൽ മതി. എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് എക്സ് എന്നും ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് എന്നും എടുക്കുക. ആ മോഡ് എന്നുള്ള ഫംഗ്ഷൻ രണ്ട് പ്രാവശ്യം ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം നോക്കുക, മോഡ് എക്സ് ആൻഡ് 1 മൈനസ് എക്സ് ആർ കണ്ടിന്യൂസ് അറ്റ് എവരിവെയർ എന്ന് പറഞ്ഞു വെക്കുക. വി ഹാവ് എന്ന് പറഞ്ഞു വെച്ചാൽ മതി. Also, composition of continuous functions is also continuous. Therefore, g of h of x is equal to g of h of x is 1 minus x plus mod x equal to mod of, കാരണം അവിടെ g of x again മോഡല്ലേ, അപ്പോൾ ഹോൾ മോഡ് is continuous. ഒന്ന് ഈ കൺസെപ്റ്റ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് പോയാൽ മതി, എഴുതാതിരിക്കരുത്, അഡ്ജസ്റ്റ് ചെയ്ത് പോയച്ചാൽ മതിയാവും. ഇവിടെ ഫൈൻഡ് വാല്യൂസ്, ഇത് നമ്മൾ ഞാൻ യൂഷ്വലി ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. ഫൈൻഡ് വാല്യൂസ് ഓഫ് എ ആൻഡ് ബി ഇഫ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഈ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കണ്ടിന്യൂസ് ആ മീനിങ്, നമുക്ക് എല്ലായിടത്തും എടുത്തിട്ട് കാര്യമില്ല. ബ്രേക്കിംഗ് പോയിന്റിലെ കണ്ടിന്യൂറ്റി വേണം നോക്കേണ്ടത്. അപ്പോൾ ബ്രേക്കിംഗ് പോയിന്റിലെ കണ്ടിന്യൂറ്റി നോക്കുമ്പോൾ 2ലും 10ലും കണ്ടിന്യൂസ് എന്നുള്ള കൺസെപ്റ്റ് അപ്ലൈ ചെയ്യണം. സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ദ ലെഫ്റ്റ് ലിമിറ്റ് വിൽ ബി ഈക്വൽ റൈറ്റ് ലിമിറ്റ് ആണല്ലോ. കണ്ടിന്യൂസ് പ്രൂവ് ചെയ്യേണ്ട, കണ്ടിന്യൂസ് തന്നിരിക്കുക. സോ വാട്ട് ഇസ് ലെഫ്റ്റ് ലിമിറ്റ്? ലെഫ്റ്റ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു 5. റൈറ്റ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു, അവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എക്സിന്, അപ്പോൾ 2a പ്ലസ് ബി. സോ റൈറ്റ് ലിമിറ്റ് ഈസ് 2a പ്ലസ് ബി. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു കണ്ടീഷൻ കിട്ടും, 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5 ബിക്കോസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു. ഇതുപോലെ അറ്റ് എക്സ് ഈസ് ഈക്വൽ 10 കണ്ടിന്യൂസ് എടുക്കുക. അറ്റ് എക്സ് ഈസ് ഈക്വൽ 10 കണ്ടിന്യൂസ് ആകുമ്പോൾ അവിടെയുള്ള ലെഫ്റ്റ് ലിമിറ്റ് ഈസ് 10a plus b because we have to put x is equal to 10. So 10x plus b is equal to, what is the right limit? Right limit is 21. So 10a plus b is equal to 21. That is the second equation. Now solve the equations 1 and 2. സാധാരണ simultaneous equation solve ചെയ്യുന്നതിൽ രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ മതി. You can find the value of a easily. ആ a-ന്റെ വാല്യൂ ഏതെങ്കിലും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ b യുമായി. So a is equal to and b is equal to 1. ഹോംവർക്ക് ആയിട്ട് തന്നിരിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ രണ്ടും കണ്ടിന്യൂസ് ആയിട്ട് എക്സ് ഇസ് ഈക്വൽ 5 എക്സ് ഇസ് ഈക്വൽ 5 എടുത്താൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ആദ്യത്തിനകത്ത് ലെഫ്റ്റ് ലിമിറ്റ് വിൽ ബി ഈക്വൽ ടു കെ പൈ പ്ലസ് 1 എന്ന് വരും. കെ പൈ പ്ലസ് 1 ബിക്കോസ് പൈ വെച്ചിട്ട് അവിടെ ഡെഫിനിഷൻ വ്യത്യാസം വന്നിരിക്കുന്നു. സോ ലെഫ്റ്റ് ലിമിറ്റ് വിൽ ബി കെ പൈ പ്ലസ് 1 ആൻഡ് റൈറ്റ് ലിമിറ്റ് വിൽ ബി ഈക്വൽ ടു -1 കാരണം കോസ് പൈ കൊടുത്താൽ മതി, that is -1. k pi plus 1 is equal to -1. You can find the value of k. Okay. Second one, at x is equal to 5 la continue check ചെയ്താൽ left limit will be equal to 5k plus 1. Right limit will be equal to 15 minus 5, that is 10. രണ്ടും ഇക്വേറ്റ് ചെയ്യുക, find the value of k. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവിടെ രണ്ട് ഫംഗ്ഷൻസിന്റെ കോമ്പോസിഷൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ഒന്നാം g of x is equal to cos x അല്ലെ mod x ഉം g of x is equal to mod x and h of x is equal to cos x. g of x is equal to mod x and h of x is equal to cos x. എന്നിട്ട് പറയണം mod x and cos x are continuous at everywhere. Mod x and cos x are continuous at everywhere. And also we have composition of two continuous functions is continuous. അപ്പോൾ ഈ mod cos x നമുക്ക് എങ്ങനെ എഴുതാം? f of x is equal to mod cos x is equal to g of h of x is continuous എന്ന് പറഞ്ഞു വെക്കുക. ഓക്കെ, ഇതാണ് ചെയ്യേണ്ട മെത്തേഡ്.